അയ്യടാ, ആര് പറഞ്ഞു? നീ എന്നോട് നുണയൊന്നും പറയണ്ട. ഞാൻ കണ്ടതല്ലേ നീ കുലുക്കുന്നത്. അത് പിന്നെ എന്തായിരുന്നു? എടി, അത് പിന്നെ ആരായാലും അതൊക്കെ കണ്ടാൽ അടങ്ങി നിൽക്കുമോടി. നീ കൂടുതൽ ഉരുളണ്ട മോനെ. ഞാൻ പോയി നോക്കട്ടെ അമ്മയുടെ ഫോൺ വിളി കഴിഞ്ഞോ എന്ന്. കഴിഞ്ഞാൽ നീ പോയി കാര്യം പറ. അതിനാദ്യം നീ അവളെ വിളിച്ച് ചോദിച്ചു നോക്ക് അവൾക്ക് ഓക്കെയാണോ എന്ന്. എന്നിട്ട് അമ്മയോട് പറഞ്ഞാൽ പോരെ? അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം ചേട്ടാ. ഫസ്റ്റ് നമുക്ക് അമ്മയുടെ കാര്യം നോക്കാം, അവൾ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്, പോയി ചോറെടുത്ത് വെക്ക്. എന്നിട്ട് പോയി അമ്മയെ വിളിക്ക്. അതാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയാലും നിനക്ക് സപ്പോർട്ട് ചെയ്യാമല്ലോ, ഞാൻ പറഞ്ഞു. ആ, അത് ശരിയാ. ഞാൻ പോയി ചോറെടുത്ത് വെച്ചിട്ട് വിളിക്കാം. ചേട്ടനൊന്നും അറിയാത്ത പോലെ വന്നാൽ മതി, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ അതും പറഞ്ഞ് അവൾ ചോറെടുക്കാൻ കിച്ചണിലേക്ക് പോയി. ഞാൻ റൂമിലിരുന്ന് അമ്മയോട് പറയുന്ന പോലെ പറഞ്ഞു നോക്കി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കി. അത് നമ്മുടെ പാർട്ടിക്കാരൻ പവിയേട്ടനായിരുന്നു. ഡാ, നിൻ്റെ ഒരു ഫോട്ടോ അയക്കണേ എന്നായിരുന്നു ആ മെസ്സേജ്. ഞാൻ ചോദിച്ചു, എന്തിനാ ചേട്ടാ ഫോട്ടോ എല്ലാം? അത് ചെറിയൊരു ഫ്ലെക്സ് വെക്കാനുണ്ട്, അതിന് വേണ്ടിയാണെന്ന് പവിയേട്ടൻ മെസ്സേജ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ ഫോട്ടോ വേണോ? നിങ്ങളുടെ ഫോട്ടോയ്ക്ക് വെച്ചാൽ പോരെ? ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ യൂത്ത് സെക്രട്ടറിയാണ്. നിൻ്റെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ ഫോട്ടോ വെക്കാനാടാ? പവിയേട്ടൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അയച്ചു തരാം എന്നും പറഞ്ഞ് ഞാൻ പവിയേട്ടന് റിപ്ലൈ കൊടുത്തു. ചേട്ടാ വാ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അനിയത്തി വിളിക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോയി. ടേബിളിൽ അമ്മ ഫോൺ അടുത്ത് വെച്ച് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അനിയത്തിയോട് കണ്ണുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അവൾ കൈ മലർത്തി കാണിച്ചു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മേ, കഴിക്കുന്നില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. അല്ലടാ, നിൻ്റെ അനിയത്തിക്ക് ഇത് എന്ത് പറ്റി? ഞാൻ പറയാതെ തന്നെ ചോറെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. എന്തോ ഒരു കള്ളക്ഷണം മണക്കുന്നുണ്ടല്ലോ, അമ്മ പറഞ്ഞു. ഓ അതാണോ? അത് ഞാൻ അവളോട് പോയി ചോറ് വിളമ്പാൻ പറഞ്ഞ്. എനിക്ക് നല്ല വിശപ്പ്. അമ്മയെ നോക്കിയപ്പോൾ അമ്മ അവിടെ കോളിലായിരുന്നു. ആ, അത് ചേട്ടനായിരുന്നു. ചേട്ടൻ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും. ചേട്ടൻ ഒറ്റയ്ക്കോ? ഞാൻ അമ്മയോട് ചോദിച്ചു. അല്ലടാ, അവർ 3 പേരും വരും. ഇപ്പോൾ വെക്കേഷനല്ലേ. ആ, അപ്പോൾ ചേട്ടന് ജോലിയില്ലേ അമ്മേ? അതെനിക്കറിയില്ലടാ, ചിലപ്പോൾ ലീവ് എടുത്ത് വരുന്നതായിരിക്കും. പെട്ടെന്ന് ടേബിളിനടിയിലൂടെ എൻ്റെ കാലിൽ ഒരു ചവിട്ട് കിട്ടി. ഞാൻ നോക്കിയപ്പോൾ അനിയത്തി മുഖം കയറ്റിയിരിക്കുന്നു. എന്താടി എന്ന് ഞാൻ അമ്മ കാണാതെ അവളോട് ചോദിച്ചു. പറയെന്ന് അവൾ ദേഷ്യത്തോടെ ആംഗ്യം കാണിച്ചു. എങ്ങനെ അമ്മയോട് പറയുമെന്നോർത്ത് എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അതാ വരുന്നു അനിയത്തിയുടെ അടുത്ത ചവിട്ട്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഇന്നിനി അവസരം കിട്ടില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അമ്മയോട് പറയാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് നാളെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഞാൻ വിറച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു. നാളെയോ? നാളെ ഇപ്പോൾ എങ്ങോട്ട് പോകാനാ? അമ്മ എന്നോട് ചോദിച്ചു. അതല്ല അമ്മേ, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. അതാ ഞാൻ ചോദിച്ചത്, അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. എങ്ങോട്ടാടാ? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ പറയുന്നത്? അതമ്മേ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളെ അമ്മയ്ക്കൊന്ന് കാണിച്ചു തരാനാ. ഏത് പെൺകുട്ടി? അമ്മ അത്ഭുതത്തോടെ കണ്ണും തള്ളി എന്നോട് ചോദിച്ചു. അത് പിന്നെ അമ്മേ, എനിക്കിഷ്ടപ്പെട്ടൊരു കുട്ടിയാ. അപ്പോൾ അമ്മയൊന്ന് കാണിക്കണമെന്ന് കരുതി. അതിന് ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാണോ? ഇനി വല്ല 1 സൈഡ് ലവ് ആണോടാ? അമ്മ ചോദിച്ചു. അല്ലമ്മേ, അവൾക്ക് ഇഷ്ടമാണ്. അമ്മ ജസ്റ്റ് ഒന്ന് കാണാൻ കൂടെ വന്നാൽ മതി, ഒന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞു. ഡി, നിനക്കറിയോ ഇവൻ പറയുന്ന ഈ കൊച്ചിനെ? അമ്മ അനിയത്തിയോട് ചോദിച്ചു. ആ അമ്മേ, എനിക്കറിയാം. എൻ്റെ കോളേജിൽ പഠിക്കുന്നതാ, ഞാൻ കാണാറുണ്ട്. നല്ല കുട്ടിയാ, അവൾ ആവേശത്തോടെ അമ്മയോട് പറഞ്ഞു. എന്നാൽ പിന്നെ നീയും കൂടി വാ, അതാവുമ്പോൾ എനിക്കെന്തെങ്കിലും അവളോട് സംസാരിക്കാമല്ലോ. ഞാനൊന്നും വരുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ഇനി എന്തിനാ ഞാൻ വരുന്നത്? അതുമല്ല, എനിക്ക് നാളെ കുറേ പഠിക്കാനുമുണ്ട്. ഞാനൊന്നുമില്ല, അമ്മ പൊക്കോ, അവൾ പറഞ്ഞു. അതല്ലടി, എന്തായാലും ഇവനൊരു പെണ്ണിനെ നോക്കണം.
കല്യാണപ്രായമെല്ലാം ആയി. അപ്പോൾ പിന്നെ തിരഞ്ഞു നടക്കണ്ടല്ലോ. ഇപ്പോൾ പെണ്ണ് കിട്ടാൻ നല്ല പാടാ. നമുക്ക് പോയി നോക്കാടി, നീയും വാ, അമ്മ അവളോട് പറഞ്ഞു. അയ്യോ, കൊക്കിന് വെച്ചത് കാക്കയ്ക്കായല്ലോ. ഞാൻ അതും മനസ്സിലാലോചിച്ച് അനിയത്തി ഒന്ന് നോക്കി. അവൾ എൻ്റെ കാലിൽ ഒറ്റ ചവിട്ട്. ആ ചവിട്ട് അവൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി അതെന്തിനാണെന്ന്. അത് ഇവൾ വരേണ്ട ആവശ്യമില്ല അമ്മേ, നമുക്ക് പോകാം, ഇവൾക്കറിയാവുന്നതല്ലേ. പിന്നെ എല്ലാവരും കൂടി പോയാൽ ആ പെണ്ണ് എന്ത് വിചാരിക്കും? നമുക്ക് പോകാം, ഇവളും ഞാനും പിന്നൊരു ദിവസം പൊക്കോളാം, ഞാൻ അമ്മയോട് പറഞ്ഞു. അല്ലടാ, എവിടെയാ പെണ്ണിൻ്റെ വീട്? ഏത് വീട്ടുകാരാ? അവർ നമുക്ക് ചേരുന്നവർ തന്നെയാണോ? അമ്മ ചോദിച്ചു. ആ, വീട് ഇവിടെ അടുത്ത് തന്നെയാ. വീട്ടുപേര് എനിക്കറിയില്ല, അത് ഞാൻ നാളെ ചോദിച്ചോളാം. അല്ല, നമ്മൾ ചെല്ലുന്ന കാര്യം ആ കുട്ടി വീട്ടിൽ പറഞ്ഞു കാണുമോ? പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അവരെന്ത് വിചാരിക്കും? അതിനമ്മേ, നമ്മളവളുടെ വീട്ടിലേക്കല്ല പോകുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നാളെ അവളോട് പുറത്തെവിടെയെങ്കിലും വരാൻ പറയാം. അത് വേണോടാ? വീട്ടിലേക്ക് പോകുന്നതല്ല നല്ലത്, അമ്മ ചോദിച്ചു. അതിനമ്മയ്ക്ക് അവളെ ഇഷ്ടമായില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമായതിനു ശേഷം പോരെ വീട്ടിലേക്കെല്ലാം പോകുന്നത്? അതെന്താടാ, എനിക്കിഷ്ടമാകുമെന്ന് നിനക്കൊരു സംശയം? എനിക്കിഷ്ടമായില്ലെങ്കിൽ നീ അവളെ വേണ്ടെന്ന് വെക്കുമോ? അല്ല, അതല്ല. ഫസ്റ്റ് അമ്മയൊന്ന് കാണ്, എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം, അനിയത്തി അമ്മയോട് പറഞ്ഞു. എന്നാൽ നമുക്ക് രാജേട്ടനെയും കൂട്ടിയാലോ? അമ്മ ചോദിച്ചു. ഒന്ന് പോക്കെ, അതൊന്നും വേണ്ട, നമുക്കങ്ങ് പോകാം, അത് മതി, ഞാൻ പറഞ്ഞു. അല്ലടാ, എപ്പോഴാ പോവുക? അമ്മ ചോദിച്ചു. അത് ഞാൻ പറയാം, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, നീയപ്പോൾ അവൾക്ക് വിളിക്കാറൊക്കെ ഉണ്ടോ? അമ്മ ചോദിച്ചു. ഏയ്, അങ്ങനെ കൂടുതൽ വിളിക്കാറൊന്നുമില്ല, ചിലപ്പോഴൊക്കെ വിളിക്കും, അത്രേ ഉള്ളൂ. ശരി, ഞാൻ വരാം. പിന്നെ നാളെ തന്നെ വേണം, ഇനി നീളണ്ട, അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കാര്യം സെറ്റായി. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. സമയം രാത്രി 9 കഴിഞ്ഞു. അമ്മ ടി വിയുടെ മുന്നിലുള്ളത് കൊണ്ട് എനിക്ക് അനിയത്തിൻ്റെ റൂമിലേക്കോ അവൾക്ക് എൻ്റെ റൂമിലേക്കോ വരാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ റൂമിലിരുന്ന് അവൾക്ക് വിളിച്ചു. ഡി, നീ ആ പെണ്ണിനെ വിളിച്ചോ? ഇല്ല ഏട്ടാ, ഞാൻ ഇപ്പോൾ വിളിക്കാം, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ. ആ, വേഗം വിളിക്ക്, ഇനി അവളെങ്ങനെ ഉറങ്ങിയാലോ? അവൾ അത്ര പെട്ടെന്ന് ഉറങ്ങുന്ന സൈസൊന്നും അല്ല. അല്ല, ചേട്ടനിപ്പോൾ എന്നെക്കാളും ധൃതിയായല്ലോ. അതല്ലടി, ഇത്രയും കഷ്ടപ്പെട്ട് ഇനി ഐഫോൺ പോയാലോ എന്ന് ഓർത്തിട്ടാ, ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് വിളിക്കാം. അങ്ങനെ അവൾ കോൾ കട്ട് ചെയ്ത് പോയി. എൻ്റെ മനസ്സ് മുഴുവൻ ആ കാണാത്ത സുന്ദരിയായിരുന്നു. എന്തായാലും ഇനി മുതൽ അനിയത്തിയുടെ കൂടെ കൂടാം, അതാവുമ്പോൾ പൈസയ്ക്ക് പൈസയും പെണ്ണിന് പെണ്ണും കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അനിയത്തിയുടെ കോളിനായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ അധികം വൈകാതെ അവളുടെ കോൾ വന്നു. ഹലോ, എന്തായിടി, നീ വിളിച്ചോ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഏട്ടാ. എന്താടി, എന്താ പ്രശ്നം? അല്ല, എവിടേക്കാ ഇപ്പോൾ വരാൻ പറയാ? പാർക്കിലേക്ക് മതിയോ? പാർക്കിലോട്ടോ? അത് വേണോടി? എന്നാ ചേട്ടനൊരു സ്ഥലം പറ. അത് വല്ല കോഫി ഷോപ്പിലേക്കും പോരെ? ഞാൻ അവളോട് ചോദിച്ചു. എടാ മണ്ട, കോഫി ഷോപ്പിലാവുമ്പോൾ അമ്മ ഓരോന്ന് ചോദിച്ച് കുളമാക്കും, പുറത്താവുമ്പോൾ അധികം സംസാരിക്കണ്ടല്ലോ, നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ പോരെ? അത് ശരിയാ. എന്നാ ഏത് പാർക്കിലേക്കാ ഇപ്പോൾ വരാൻ പറയാ? മലമ്പുഴയിലേക്ക് തന്നെ മതി. അവിടെ ആകുമ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, നല്ല ആളുണ്ടാകും. അവളെ കണ്ട അമ്മയെ അവിടേക്കൊന്ന് കറക്കി കാണിച്ച് വരുമ്പോഴേക്കും ഞാൻ വിളിച്ചോളാം. ശരി, എന്നാ നീ അവളെ വിളിച്ച് പറ അങ്ങോട്ടേക്ക് വരാൻ. അല്ല, ടൈം എപ്പോഴാണ് പറയുന്നത്? ഞാൻ ചോദിച്ചു. അത് 11 മണിക്ക് പറയാം, അപ്പോഴൊക്കെ ഇക്ക ഇവിടെ എത്തത്തുള്ളൂ. നീയാ ഇക്കയെ വിളിച്ചോടി? ഇല്ല, ഇതൊരു തീരുമാനമായിട്ട് വിളിക്കാമെന്ന് കരുതി. എന്നാൽ ശരി, നീ വിളിച്ചിട്ട് വിളിക്ക്, ഞാൻ കാത്തിരിക്കാം. അങ്ങനെ അവളെയും ആ ഇക്കയും വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വീണ്ടും എന്നെ വിളിച്ചു. ഏട്ടാ, ഞാനെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ചേട്ടൻ പോയി അമ്മയോട് സമയം പറ, അവൾ പറഞ്ഞു. അത് രാവിലെ പറഞ്ഞാൽ പോരെടി? ഞാൻ അവളോട് ചോദിച്ചു. വേണ്ട,
രാവിലെ ചിലപ്പോൾ അമ്മയുടെ തീരുമാനം മാറും. ചേട്ടനറിയാലോ അമ്മയുടെ തിരക്ക്. ചേട്ടൻ ഇപ്പോൾ തന്നെ പോയി പറഞ്ഞിട്ട് വാ. അങ്ങനെ അവൾ പറഞ്ഞത് കേട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അല്ലടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. അമ്മ എന്നോട് പറഞ്ഞു. എന്താ അമ്മേ, എന്താ പ്രശ്നം? അത് ഒന്നുമില്ല, ഞാൻ നേരത്തെ മീര അവിടെ ഉണ്ടായതുകൊണ്ട് ചോദിക്കാത്തതാ. നിങ്ങൾ തമ്മിൽ വല്ലതും നടന്നിട്ടുണ്ടോടാ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവുമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, ഞങ്ങൾ അത്രയ്ക്കൊന്നും ഇല്ലമ്മേ, അതിനൊക്കെ സമയമാട്ടെ, അപ്പോൾ നോക്കാം. ആ, അതാണ് നല്ലത്. ഈ പ്രായത്തിൽ പലതും തോന്നും, ഒന്ന് അടക്കി പിടിക്കുന്നതാ നിനക്കും അവൾക്കും നല്ലത്. അങ്ങനെ അമ്മ പറഞ്ഞതൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കേട്ട് ഞാൻ റൂമിലേക്ക് പോന്നു. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ഒരു 10 മണിക്ക് തന്നെ ഞാനും അമ്മയും എല്ലാം സെറ്റായിരുന്നു. ഡാ, നീ അവളെ വിളിച്ചു നോക്ക്, അവൾ എത്തിയോന്ന്. എത്തിയാൽ നമുക്ക് പോകാമായിരുന്നു, അമ്മ പറഞ്ഞു. ഇല്ലമ്മേ, എത്തിയിട്ടുണ്ടാകില്ല. എത്തിയാൽ അവൾ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അമ്മയോട് പറഞ്ഞു. ചേട്ടാ, ഇവിടേക്കൊന്ന് വന്നേ. അനിയത്തി എന്നെ അവളുടെ റൂമിലേക്ക് വിളിച്ചു. എന്താടി? ഞാൻ അകത്തേക്ക് ചെന്ന് അവളോട് ചോദിച്ചു. ചേട്ടാ, ചേട്ടൻ അമ്മയും കൊണ്ട് പോക്കോ, ഇക്ക ഇവിടെ എത്തിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഏ, അതെങ്ങനെ? അവളവിടെ വന്നു. ഞങ്ങൾ അവിടെ പോയി ചുമ്മാ ഇരിക്കണ്ടേടി. അതുമല്ല, അമ്മ വല്ലതും ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്ത് പറയാനാ? നീ അവിടെ നിൽക്ക്, ഞാൻ നമ്മൾക്ക് വിളിക്കട്ടെ, ഇറങ്ങിയോന്നറിയാലോ. അല്ലടി, ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് ഞാൻ ആരെ പിടിച്ച് കാണിച്ചു കൊടുക്കും? ആ, അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. ഒരു മിനിറ്റ്, ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാ നോക്ക്, ഇവളാണ് ആള്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അനിയത്തി ചോദിച്ചു. ഞാൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.